മൂവിയുടെ ടൈറ്റിലിൽ നിന്ന് അതിന്റെ സ്റ്റോറിയിലേക്ക് ലീഡ് തരുന്ന സിനിമകൾ വളരെ ചുരുക്കമാണല്ലേ. അങ്ങനെ ഒരു പടത്തിന്റെ പേര് പുറത്തു വരുമ്പോൾ തന്നെ അതിന്റെ സ്റ്റോറിയുടെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കാണാൻ കയറും. ആ പേടി കൊണ്ടായിരിക്കും ആരും അങ്ങനെ ചെയ്യാത്തത്. അങ്ങനെ സിനിമയുടെ പേര് കണ്ടിട്ട് നമ്മളെല്ലാവരും സ്റ്റോറി ഊഹിച്ചെടുത്ത ഒരു പുതിയ പടമാണ് ഔസേപ്പിന്റെ ഒസ്യത്ത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ഊഹിച്ചു തന്നെയായിരിക്കും കഥ എന്ന്. ഒസ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിൽപത്രം. ഏതെങ്കിലും ഒരു കൂട്ടുകുടുംബം അതിന്റെ സ്വത്ത് ഭാഗം വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്നായിരിക്കും. ട്രailer കാണുന്നവരെ ഞാൻ അങ്ങനെ വിചാരിച്ചു. ട്രailer കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. സസ്പെൻസിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തോ ഒന്ന് ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നി. എന്നാൽ പിന്നെ എന്തായാലും ഈ പടം ഒന്ന് കണ്ടു കളയാന്ന് വിചാരിച്ചു. കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ. നവാഗതനായ RJ ശരത് ചന്ദ്രൻ സംവിധാനം ചെയ്ത് ഹസൽ ഹസൻ എഴുതിയ ഒരു കംപ്ലീറ്റ് ഡ്രാമ. വിജയരാഘവൻ, ഹേമന്ത് മേനോൻ, ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, കനി കുസൃതി, സരിൻ ഷിഹാബ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ എത്തിയിട്ടുള്ളത്. കുട്ടിക്കാനം, ഏലപ്പാറ ഭാഗങ്ങളിലാണ് കഥ നടക്കുന്നത്. അവിടങ്ങളിലെ മലയോര ഭംഗിയും കോടയും അതിഗംഭീരമായി തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ കഥാപാത്രങ്ങൾക്കിടയിലുള്ള മാനസിക സംഘർഷങ്ങളും പ്രകൃതിയുടെ മനോഹാരിതയും ഒട്ടും ചോർന്നു പോകാതെ തന്നെ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയായിട്ട്. സിനിമ കണ്ടിരിക്കാൻ പ്രേക്ഷകനെ പ്രേരിപ്പിക്കുന്നത് ഇവ മാത്രമല്ല, ഡയറക്ഷനും സ്റ്റോറിയും അഭിനയവും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഒരു നല്ല കഥയെ എല്ലാവരും കൂടി നല്ല രീതിയിൽ എടുത്തിരിക്കും. ബന്ധങ്ങളുടെ, പ്രത്യേകിച്ച് സഹോദര ബന്ധത്തിൻ്റെ കഥ കൂടിയാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത്. ആരുടെ ഭാഗത്ത് ശരി, ആർക്കൊപ്പം നിൽക്കേണ്ടത്, ആർക്കാ നീതി ലഭിക്കേണ്ടത് എന്നിങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഈ ചിത്രം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ഫാമിലി ത്രില്ലർ ഡ്രാമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചിത്രം അവസാനം വരെ പ്രേക്ഷകനെ പിടിച്ചെടുത്തുമെന്നത് തീർച്ചയാണ്. ഇനി കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ വിജയരാഘവൻ, ആദ്യം പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. സത്യം പറഞ്ഞ സ്ക്രീനിൽ മറ്റൊരു 500 നമുക്ക് അദ്ദേഹം കാണിച്ചു തന്നത്. മക്കളെ സ്നേഹിക്കുന്ന, എന്നാൽ ആ സ്നേഹം അധികം പുറത്ത് കാണിക്കാത്ത കർക്കശക്കാരനായ ഒരു പിതാവ്. പിന്നെ പറയേണ്ടത് കലാഭവൻ ഷാജോണിനെയും ദിലീഷ് പോത്തനെയുമാണ്. അവർ രണ്ടുപേരും ഇതിൽ മത്സരിച്ച് അഭിനയിച്ചേക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല രീതിയിൽ കഥാപാത്രങ്ങളായി ജീവിച്ചിരിക്കുകയാണ് രണ്ടുപേരും. സിനിമയിലെ നായകൻ വിജയരാഘവനാണെങ്കിലും ഈ രണ്ടുപേരെയും നമ്മൾ ഒരിക്കലും മറക്കില്ല. അത്രയും നല്ല പ്രകടനമാണ് രണ്ടുപേരും കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവർ മാത്രമല്ല, സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഇനി സിനിമയുടെ കഥയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊരുത്തക്കേടുകളുണ്ടെങ്കിലും മനസ്സിൽ സ്നേഹം മാത്രം കൊണ്ടു നടക്കുന്ന ഒരു നല്ല കുടുംബം. അവരുടെ ബന്ധങ്ങളെ തന്നെ ഉലയ്ക്കത്തക്ക രീതിയിൽ ഒരു വലിയ പ്രശ്നം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അവരെങ്ങനെ ഈ പ്രശ്നത്തെ തരണം ചെയ്യുന്നു, അവർ തമ്മിൽ വേർപിരിയോ അതോ ഒരുമിച്ച് നിൽക്കുമോ, പരസ്പരം പഴിചാരുമോ, പരസ്പരം സഹായിക്കുമോ എന്നിങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സാധാരണ സിനിമ. എന്നാൽ അത് എടുത്തിരിക്കുന്ന രീതിയും അതിലെ അഭിനയവുമാണ് സിനിമയെ മികച്ചതാക്കുന്നത്. ധാരാളം ആക്ഷൻ പടങ്ങളും ഫാൻറ്റസി, ത്രില്ലർ, ഹൊറർ മൂവീസ് ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു പടം തിയേറ്ററിൽ പോയി കാണാൻ പലർക്കും മടിയുണ്ടാവും. പക്ഷേ ഈ പടം എന്തിനാ കാണാൻ പോയേ എന്നൊരു ചിന്ത ആർക്കും വരത്തില്ല. നിങ്ങൾ ഈ സിനിമ കണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. താങ്ക്